നമസ്കാരം. സാധാരണ മനുഷ്യരുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ഒരു സംശയമാണ് സർപ്പങ്ങളും നാഗങ്ങളും പാമ്പുകളും ഒന്നാണോ എന്ന വിഷയം. പ്രധാനമായും ജാതകവശാൽ രാഹുദോഷ ശാന്തിക്കായി എന്താണ് ചെയ്യേണ്ടത് എന്ന വിഷയം വരുമ്പോൾ സംശയം കൂടും. ഇവ മൂന്നും ഉരകവർഗത്തിൽപ്പെടുമെങ്കിലും വെവ്വേറെയാണ്. പ്രകൃതിയിൽ കാണുന്ന പ്രത്യക്ഷ ദൈവങ്ങളായി സൂര്യചന്ദ്രന്മാർക്കൊപ്പം നാഗങ്ങളെ പുരാതന കാലം മുതൽ ആരാധിച്ചു പോരുന്നുണ്ട്. ഇന്ന് നമുക്ക് സർപ്പങ്ങളും നാഗങ്ങളും തമ്മിലുള്ള വ്യത്യാസവും പ്രധാനമായും ജാതകത്തിലെ രാഹുദോഷ ശാന്തിക്കായി എന്താണ് ചെയ്യേണ്ടതെന്നും പരിശോധിക്കാം. വളരെ വിശദമായി പറയേണ്ട വിഷയമാണെങ്കിലും അത്യാവശ്യം വേണ്ട വിവരങ്ങൾ മാത്രം ചുരുക്കി പ്രതിപാദിക്കാം. നമസ്കാരം. മഹാഭാഗവത പുരാണപ്രകാരം സൃഷ്ടിയുടെ തുടക്കത്തിൽ കശ്യപ മഹർഷിക്ക് അനേകം ഭാര്യമാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദക്ഷ പ്രജാപതിയുടെ 13 പുത്രിമാർ അദിതി, ദിതി, ധനു, അരിഷ്ട, സുരസ, ഘാസ, സുരഭി, വിനത, നമ്ര, ക്രോധവശ, ഇര, കദ്രു, മുനി എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. ഈ സ്ത്രീകളുമായുള്ള അദ്ദേഹത്തിൻ്റെ സംഗമത്തിൻ്റെ ഫലമായി ദേവന്മാർ, അസുരന്മാർ, സർപ്പങ്ങൾ, നാഗങ്ങൾ എന്നിവരുൾപ്പെടെ വിവിധ ദിവ്യജീവികൾ ജനിച്ചു. നാഗങ്ങളുടെ ലോകമാണ് നാഗലോകം. 14 ലോകങ്ങളിൽ മുകളിൽ 6 സ്വർഗലോകങ്ങളും നടുവിൽ മർത്യലോകവും താഴെ 7 പാതാള ലോകങ്ങളും ആണല്ലോ ഉള്ളത്. അതിൽ താഴെയുള്ള മഹാതലം, പാതാളം എന്നീ 2 തലങ്ങളാണ് നാഗങ്ങൾക്കായി ബ്രഹ്മാവ് നീക്കിവച്ചിരിക്കുന്നത്. മഹാതലം സർപ്പങ്ങളുടെ ലോകമാണ്. വാസുകിയാണ് ലോകനാഥൻ. ഇവിടത്തെ സർപ്പങ്ങളെ വാസുകി രക്ഷിക്കുന്നു. സർപ്പശത്രുവായ ഗരുഡൻ വാസുകിയുടെ മിത്രവുമാണ്. അതിനാൽ ഗരുഡൻ ഇവയെ ദ്രോഹിക്കാറില്ല. ഈ ലോകത്തിൽ പ്രശസ്ത സർപ്പങ്ങളായ തക്ഷകൻ, കാളിയൻ, കാർക്കോടകൻ, ഗുളികൻ തുടങ്ങിയ സർപ്പരാജാക്കന്മാരുമുണ്ട്. ഇവരെ ഭക്തിയോടെ പരിചരിക്കുന്ന നാഗഭക്തരും ഇവിടെയുണ്ട്. ഇവർ മഹാതലത്തിൻ്റെ ഓരോരോ പ്രത്യേക പ്രദേശങ്ങൾ ഭരിക്കുന്നു. ഈ സർപ്പങ്ങളിൽ 100, 200, 500 ശിരസ്സുകൾ ഉള്ളവയുമുണ്ട്. അടുത്തത് പാതാളം. ഇവിടെയും ഭരണം വാസുകിക്ക് തന്നെയാണ്. എങ്കിലും ഇതിൻ്റെ മൂലസ്ഥാനത്തായി 14 ലോകങ്ങളെക്കാളും 1000 ഇരട്ടി വിസ്താരത്തിൽ വാസുകിയുടെ ജ്യേഷ്ഠനായ അനന്തനാഗം വസിക്കുന്നുണ്ട്. ഈ സ്ഥാനത്തിൻ്റെ പേരാകട്ടെ അനന്തകല എന്നാണ്. വിഷ്ണുവിൻ്റെ തമോഗുണമേറിയ മൂർത്തിയായ അനന്തനാഗം വലിയൊരു സുവർണപർവ്വതം പോലെ നീലപ്പട്ടുടുത്ത് 1000 ഭണങ്ങളുമായി സർവ്വലോകത്തെയും തൻ്റെ 1000 ഭണത്തിന്മേൽ താങ്ങിക്കൊണ്ട് ഇവിടെ വസിക്കുന്നു എന്നാണ് സങ്കല്പം. നാഗങ്ങളുടെയും സർപ്പങ്ങളുടെയും രാജാവായ വാസുകിക്ക് അനന്തനോളം വലിപ്പമുണ്ടെങ്കിലും അദ്ദേഹം അനന്തൻ വഹിക്കുന്ന ലോകങ്ങളെ പാലിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വാസുകി ലോകങ്ങളെ തൻ്റെ പ്രാണശക്തിയാൽ അടുക്കും ചിട്ടയുമോടെ നിലനിർത്തുന്നു. വാസുകിക്ക് 800 ഭണങ്ങളുണ്ട്. അനന്തനോളം നീളവുമുണ്ട്. പാതാളത്തിൽ നാഗത്താന്മാരായ ധനഞ്ജയൻ, ശംഖപാലൻ, ധൃതരാഷ്ട്രർ തുടങ്ങിയവരുമുണ്ട്. ഈ നാഗങ്ങൾക്ക് 100, 200, 700 ശിരസ്സുകളുണ്ട്. ഇവരെല്ലാം ഈശ്വരാംശങ്ങളാകയാൽ ഗരുഡനെ ഇവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. നാഗവും സർപ്പവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. നാഗം, സർപ്പം ഇവ രണ്ടും ഉരകവർഗത്തിലെ ശ്രേഷ്ഠ സൃഷ്ടികളായി കരുതുന്നു. എന്നാൽ
വാസ്തവത്തിൽ നാഗം വേറെ, സർപ്പം വേറെ. നാഗത്തെ അപേക്ഷിച്ച് സർപ്പത്തിന് ദൈവീകത കുറവാണ്. നാഗത്തിന് ദൈവീക ചൈതന്യം ഏറിയിരിക്കുന്നു. മാത്രവുമല്ല, അതീവ ശക്തരുമാണവർ. എന്നാൽ ആരെയും ദംശിക്കാറില്ല. വിഷമുണ്ടെങ്കിലും നാഗം അത് ഉപയോഗിക്കാറില്ല. നാഗത്തിന് ഭയപ്പെടുത്തുന്ന രൂപവുമില്ല. അവ സർപ്പങ്ങളെപ്പോലെ ഭൂമിയിൽ ഇഴയുന്നവരല്ല. പകരം തൻ്റെ ദിവ്യശക്തി കൊണ്ട് അത് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമെന്ന് പറയപ്പെടുന്നു. നാഗം ദൈവീകത കൊണ്ട് ദേവന്മാരെക്കാളും ശ്രേഷ്ഠരായതിനാൽ അതിനെ വിഗ്രഹത്തിൽ ആവാഹിച്ച് പൂജിക്കാറുണ്ട്. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കാറുമുണ്ട്. നാഗപൂജ അതീവ നിഷ്ഠയോടെ ചെയ്യേണ്ട ഒന്നാണ്. അതിൽ തെറ്റുപറ്റിയാൽ ആപത്താണ്. മറ്റു ദേവന്മാരെ വിഗ്രഹത്തിൽ ആവാഹിക്കുമ്പോൾ നാഗത്തെ പൂജിക്കുന്ന സാധകൻ അതിനെ തൻ്റെ ശരീരത്തിലാണ് ആവാഹിക്കേണ്ടത്. നാഗങ്ങളുടെ രാജാവും നാഥനുമായ അനന്തൻ്റെ പുറത്ത്, ആദിശേഷൻ ശേഷനാഗം എന്നും സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം. ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത്. എന്നാൽ സർപ്പങ്ങളുടെ രാജാവും നാഥനും സാക്ഷാൽ പരമശിവൻ്റെ കണ്ഠഭൂഷണമായ വാസുകിയാണ്. നാഗങ്ങളെപ്പോലെ ശാന്തരല്ല സർപ്പങ്ങൾ. അവ അതീവ ശക്തരും നീണ്ടു ചുരുണ്ട ദേഹമുള്ളവരും ഭയങ്കര കോപികളും വേണ്ടി വന്നാൽ സകലതിനെയും ദംശിച്ച് തങ്ങളുടെ വിഷവീര്യത്താൽ ഭസ്മമാക്കുന്നവയുമാണ്. നാഗങ്ങളെക്കാൾ വിഷം സർപ്പങ്ങൾക്കുണ്ട്. ഇവ ഭൂമിയിലൂടെ ഇഴയുന്നു. സർപ്പിണം ചെയ്യുക എന്നാൽ ഇഴയുക എന്നാണ് അർത്ഥം. അതിനാൽ ഇവയ്ക്ക് സർപ്പം എന്ന് പേരുണ്ടായി. നാഗങ്ങളും സർപ്പങ്ങളും കശ്യപ പ്രജാപതിയുടെ ഭാര്യയായ കദ്രുവിൻ്റെ സന്താനങ്ങളാണ്. നാഗങ്ങളെ പ്രധാനമായും 3 തരത്തിലാണ് പുരാണങ്ങളിൽ പറയുന്നത്. ആകാശചാരികൾ അഥവാ പറനാഗങ്ങൾ, ഭൂതലവാസികൾ അഥവാ സ്ഥലനാഗങ്ങൾ, പാതാളവാസികൾ അഥവാ കുഴിനാഗങ്ങൾ എന്നിങ്ങനെ പറയും. നാഗങ്ങളെ ആരാധിക്കുന്നതിലൂടെ ദോഷങ്ങൾ അകലുമെന്നും ഐശ്വര്യം, ആരോഗ്യം എന്നിവ ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. മിക്കവാറും എല്ലാ ദേവന്മാരായും സർപ്പങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. മഹാവിഷ്ണു നാഗത്തിന്മേൽ ശയിക്കുന്നു. ശിവന് നാഗം കണ്ഠാഭരണമാണ്. ഗണപതിക്ക് അരപ്പട്ട അല്ലെങ്കിൽ പൂണൂലായിട്ടിരിക്കുന്നു. ദുർഗയ്ക്ക് ആയുധമാണ്. കാളിക്ക് വളയായിട്ടാണ് നാഗം. സൂര്യന് കുതിരകളെ പൂട്ടാനുള്ള ഞാണായിട്ടാണ്. ദക്ഷിണാമൂർത്തിക്ക് തോൾവള, ത്വരിതാദേവിക്ക് കുണ്ടലം, നീലസരസ്വതിക്ക് മാല, ശ്രീകൃഷ്ണന് ഒരു സന്ദർഭത്തിൽ നടനവേദിയായ കാളിയഭണങ്ങൾ, ഗരുഡന് ഒരാഭരണം, വാരാഹി മാതാവിൻ്റെ ഇരിപ്പടം, വരുണന് പാമ്പിൻ പത്തി കുട പോലെ ഇങ്ങനെ പലതുമുണ്ട്. താന്ത്രിക വിദ്യയിൽ കുണ്ടലിനി ശക്തിയെ പെൺപാമ്പായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. മൂലാധാരത്തിൽ കിടന്നുറങ്ങുന്ന കുണ്ടലിനിയുടെ ശക്തി അതിൽ സർപ്പശക്തിയാണ്. അതിനെ ഉണർത്താനായി ആരംഭിച്ച ആരാധനാ സമ്പ്രദായത്തിൻ്റെ ആദ്യപടിയായും നാഗാരാധന അറിയപ്പെടുന്നു. ഇന്ത്യയിൽ സർപ്പാരാധന ഏറ്റവും വ്യാപകമായ പ്രദേശമാണ് കേരളം. അഹിഭൂമി, അതായത് സർപ്പങ്ങളുടെ നാട് എന്ന് കേരളത്തെയും, സഹ്യാദ്രി, സ അധികം അഹി അധികം അദ്രി, അതായത് സർപ്പങ്ങൾ നിറഞ്ഞ പർവ്വതം എന്ന് പശ്ചിമഘട്ടത്തെയും ആര്യന്മാർ വിശേഷിപ്പിച്ചത് ഈ ഭൂവിഭാഗത്തിൻ്റെ സർപ്പാരാധനയുടെ പ്രാധാന്യം പരിഗണിച്ചാവണം. ചൈന, ശ്രീലങ്ക, ജപ്പാൻ, ജാവ, കൊറിയ, ഇന്തോനേഷ്യ, കംബോഡിയ, മെക്സിക്കോ, ഈജിപ്റ്റ്, തായ്ലാൻഡ് ഇവിടെയെല്ലാം അവരുടെ ആചാരപ്രകാരം നാഗാരാധന ഇപ്പോഴും നടക്കുന്നുണ്ട്. ഭൂരിഭാഗം ആളുകൾക്കും
ജാതകത്തിൽ ഏതെങ്കിലും രീതിയിൽ രാഹു അനിഷ്ടനായിരിക്കും. എല്ലാവരെയും വളരെയധികം അലട്ടുന്ന ഒരു വിഷയമാണിത്. ഇത് നിങ്ങൾ സ്വയം തലക്കുറി നോക്കി പരിശോധിക്കാൻ സാധിക്കും. രാഹു പൊതുവെ ഏതു രാശിയിലായാലും ശുഭഫലദായകനല്ല. പ്രത്യേകിച്ച് മേടം, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം, ധനു, മീനം രാശികളിൽ നിന്നാൽ ദോഷമാണ് ഫലം. അതേപോലെ ലഗ്നാൽ 3, 4, 6, 12 ഈ ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവിന് ദോഷഫലം കൂടും. 7ലും 8ലും രാഹു അനിഷ്ടനാണ്. ഇതുകൂടാതെ 18 വർഷം നീളുന്ന രാഹു മഹാദശയിലും മറ്റു ദശകളിലെ രാഹു അപഹാരകാലങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ട്. ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി അനുസരിച്ച് കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗങ്ങളിലെ വ്യാധികൾ, അപ്രതീക്ഷിതമായ ഉയർച്ചയും താഴ്ചയും, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, അലർജികൾ, ചർമ്മത്തിലെ തിമിർപ്പ്, നിറവ്യത്യാസം, അകാരണ ഭയം, മാനസിക സംഘർഷം, ധനനഷ്ടം, വിവാഹ തടസ്സം, സന്താനഭാഗ്യ തടസ്സം, സന്താനങ്ങൾക്ക് അരിഷ്ടത, ദാമ്പത്യകലഹം, പരസ്പര ധാരണക്കുറവ്, ഇങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ രാഹുപ്രീതി ദോഷഫലങ്ങൾ കുറയ്ക്കും. ഇനി നമുക്ക് രാഹുദോഷത്തിന് ലളിതമായ പരിഹാരമാർഗങ്ങൾ എന്താണെന്ന് നോക്കാം. ശിവപ്രീതിയാണ് ഏറ്റവും ആദ്യം. നിത്യജപം ചെയ്യുന്നവരാണെങ്കിൽ ഓം രാം രാഹവേ നമഃ എന്ന മന്ത്രം 18 അല്ലെങ്കിൽ 18ൻ്റെ ഗുണിതങ്ങളിൽ ജപിക്കാം. രാഹുവിൻ്റെ ബീജമന്ത്രമായ ഓം ഭ്രാം ഭ്രീം ഭ്രൗം സഹ രാഹവേ നമഃ ഇതും ജപിക്കാവുന്നതാണ്. ശനിയാഴ്ചയും ബുധനാഴ്ചയും ജപിക്കുന്നത് ഉത്തമം. നവനാഗസ്തോത്ര ജപവും വളരെ നല്ലതാണ്. താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് സർപ്പക്കാവുകളോ നാഗപ്രതിഷ്ഠകളോ ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. യഥാശക്തി വഴിപാടുകൾ നടത്തുക. ഭണ്ഡാരങ്ങളിൽ കാണിക്ക സമർപ്പണം ഇവയൊക്കെ ചെയ്യാം. 100 പാലുമാണ് മറ്റൊരു വഴിപാട്. ആയില്യം നക്ഷത്രത്തിലോ ജന്മനക്ഷത്രത്തിലോ ഇത് നടത്താം. പണ്ട് ജനമേജയൻ്റെ സർപ്പബലിയിൽ ദുഃഖിതരായ പീഡിതരായ നാഗങ്ങൾ മഹാവിഷ്ണുവിനെ സമീപിച്ചപ്പോൾ മഹാവിഷ്ണു ഉണ്ടാക്കി കൊടുത്തതാണ് 100 പാലും. മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, കദളിപ്പഴം, പാൽ, ഇളനീർ, തേൻ ഇവ ചേർത്ത് നാഗങ്ങൾക്കു നേദിക്കുന്നതാണ് ഈ വഴിപാട്. സർപ്പദോഷവും രാഹുദോഷവും മാറാൻ ഇത് നല്ലതാണെന്നാണ് വിശ്വാസം. പുള്ളുവൻ പാട്ട് പാടിക്കുന്നതും നല്ലതാണ്. ജാതകത്തിൽ എല്ലാ ഗ്രഹങ്ങളും രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ ഒരു വശത്തായി വരുന്നതാണ് കാളസർപ്പയോഗം. ഇത് പലപ്പോഴും ദോഷം ചെയ്യുന്ന യോഗമല്ല. ജാതകൻ ഒന്നുകിൽ തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഏറ്റവും ഉയരത്തിലെത്തുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ യാതൊരു ഉയർച്ചയും ഇല്ലാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, കാളസർപ്പയോഗം ഉണ്ടായിട്ടും തങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഏറ്റവും ഉയരത്തിലെത്തിയവരാണ് ഗാനഗന്ധർവൻ യേശുദാസ്, മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, സച്ചിൻ തെണ്ടുൽക്കർ, രജനീകാന്ത് മുതലായ പല പ്രമുഖരും. കാളസർപ്പയോഗ പരിഹാര പൂജകൾ പ്രധാനമായും ആന്ധ്രാപ്രദേശിൽ കാളഹസ്തി ക്ഷേത്രത്തിലും നാസിക്കിൽ ത്രയംബകേശ്വര ക്ഷേത്രത്തിലുമാണ് നടത്തുന്നത്. ഇതിനു സാധിക്കാത്തവർ കേരളത്തിലോ അടുത്തുള്ള പ്രധാന നാഗക്ഷേത്രങ്ങളിലോ ഒക്കെ പോയി ശക്തിക്കൊത്ത വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും. ജാതകത്തിൽ ശനിയും രാഹുവും യോഗം ചെയ്തു നിൽക്കുന്നതിനെ ശ്രാപിത് യോഗം എന്ന് പറയുന്നു.
ഇത് ജാതകൻ തൻ്റെ പൂർവജന്മദോഷം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ്. ഇനി നാഗങ്ങളെ ആരാധിക്കുന്ന രീതികൾ നോക്കാം. ക്ഷേത്രങ്ങളിൽ സാധാരണ ചെയ്യാറുള്ള എല്ലാ പൂജകളും നാഗരൂപങ്ങൾ പ്രതിഷ്ഠിച്ച് നടത്തുന്നു. നാഗത്തറയിൽ പുഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നു, പാലഭിഷേകം നടത്തുന്നു. പുറ്റും മുട്ടയും സമർപ്പിക്കലാണ് മറ്റൊരു പ്രധാന വഴിപാട്. അറിഞ്ഞോ അറിയാതെയോ സർപ്പക്കാവുകൾ നശിപ്പിക്കുക, ഇഴജന്തുക്കളെ ഹിംസിക്കുക, കുടുംബക്കാവുകൾ ക്ഷയിച്ചു പോകുക തുടങ്ങിയ കാരണങ്ങളാൽ സർപ്പശാപം ഉണ്ടാക്കാൻ ഇടയുണ്ട്. സർപ്പങ്ങൾക്ക് വിഗ്രഹ ആരാധനയല്ല, കളമെഴുത്തു പാട്ടാണ് പ്രധാനം. സർപ്പം പാട്ടും ഒരു പ്രധാന വഴിപാടാണ്. എല്ലാ മാസവും ആയില്യത്തിനാണ് സർപ്പങ്ങൾക്ക് പ്രാധാന്യമുള്ള ദിവസം. കന്നിമാസത്തിലും തുലാമാസത്തിലും വിശേഷമാണ്. കാഠിന്യമേറിയ തറവാടിനെ ബാധിക്കുന്ന സർപ്പശാപങ്ങൾക്ക് സർപ്പബലിയും കളമെഴുത്തുപാട്ടുമാണ് പരിഹാരം. ഇത് ചിലവേറിയതുമാണ്. രാഹുദോഷശാന്തിക്കായി ദർശനം നടത്തേണ്ട ചില പുരാതന ക്ഷേത്രങ്ങളുടെ വിവരം ഇവിടെ ചേർക്കുന്നു. ഓം സർപ്പരാജായ വിദ്മഹേ നാഗരാജായ ധീമഹി തന്നോ അനന്തപ്രചോദയാത്. ഓം സർപ്പരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്.